ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം. 2 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. കുറെ തിരക്കുകളാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഡിലേ ആവുന്നത്. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോസ് ഉണ്ട്. കുറച്ച് നാളായിട്ടുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോ എടുക്കാം. വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരുന്നു നിങ്ങളുടെ ലൈഫിലാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരുന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, എല്ലാവർക്കും കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഫ്യൂച്ചർ അറിയുന്നതിന് ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചിലരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ ഉടനെ ഫോൺ നമ്പർ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് വിളിച്ചാന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ, അല്ലാതെ വെറുതെ വിളിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് നിങ്ങളുടെ പ്രോബ്ലത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പിൽ മാത്രം വന്നാൽ മതി. അതിന് നിങ്ങളെ വിളിച്ച് എനിക്ക് ഇന്ന പ്രോബ്ലംസ് ആണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊന്നും കേൾക്കാൻ എനിക്ക് ടൈമില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്ക് പേഴ്സണൽ റീഡിങ്ങിന് ബുക്ക് ചെയ്തിരിക്കുന്ന ടൈമാണ്. അപ്പൊ ആ ടൈമിനിടയ്ക്ക് വേറെ ഒരു നിങ്ങൾ വിളിച്ചിട്ട് പുതിയതായിട്ട് ഒരാൾ എന്റെ വീഡിയോ കണ്ട് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ എനിക്ക് ടൈമില്ല. ഇനി പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. നിങ്ങൾക്കായിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് ടൈം തരും. എന്നിട്ട് അങ്ങനെ മാത്രമേ ഞാൻ പ്രോബ്ലംസ് കേൾക്കുള്ളൂ. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് പുതിയ ഒരാൾ എന്റെ വീഡിയോ കണ്ടു നിങ്ങൾ ഉടനെ വിളിച്ച് നിങ്ങൾക്ക് ആ പ്രോബ്ലം ഈ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ ടൈമില്ല. അത് നിങ്ങൾ വാട്സപ്പിൽ ഒന്നെങ്കിൽ വോയിസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങുക എന്നുള്ളതാണ്. സൊല്യൂഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിന് പരിഹാരം വേണമെന്നുണ്ടെങ്കിലും അത് ചെയ്യും. ഒരുപാട് അടുത്തൊക്കെ പോയി ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരും. പക്ഷെ നിങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് മാറ്റാൻ കഴിയുന്ന പ്രശ്നമാണോ, എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഉണ്ട്, ഫീസ് ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അപ്പൊ ഇതുവരെ എൻ്റെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ ഉണ്ട്, ഒരു ബെല്ല് കാണാം, ആ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം അവിടെ ഒരു ഓള് കാണാം, ആ ഓളൊന്ന് ടച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് കാർഡ് എടുക്കാം. ഞാൻ ഇന്ന് കാർഡ് എടുക്കുന്നുണ്ടേ. ഷഫിൾ ചെയ്തൊന്ന് കാർഡ് എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളാണ് കാണിക്കുന്നത്. പെട്ടെന്ന് എന്തൊക്കെയോ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങളായിരുന്നു വരുന്നത് അല്ലെ. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ചില ചേഞ്ചസ് വരികയാണ്. അതെന്തൊക്കെ ചേഞ്ചസ് ആണെന്നാണ് നോക്കാൻ പോണത്. 3 of Pentacles, 3 of Swords, King of Wands, 9 of Swords, 4 of Pentacles, High Priestess, Page of Pentacles,
ജസ്റ്റിസ്. ഒന്ന് വന്നിരിക്കുന്ന ഓട്ടം, മൗണ്ടൻസ്, ഷാമൻ, ലവ് ആൻഡ് എർത്ത് ഗാർഡിയൻ. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാർഡ് കാണാതിരിക്കും വിചാരിക്കുന്നത്. പ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മാറ്റങ്ങൾ മാത്രം വരണമെന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെ? നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് സന്തോഷമായിട്ട് പോവുമായിരുന്നിരിക്കാം പലരുടെയും. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വല്ലാത്ത പെയിൻ സംഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. വല്ലാത്തൊരു കൺഫ്യൂഷൻ, വിഷമം, 9 ഓഫ് സോർഡ്സ് എനർജി കാണിക്കുന്നു. നിങ്ങൾ ആരൊക്കെയോ വല്ലാതെ കരയുന്നുണ്ട്, വല്ലാത്ത കരയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ മാറ്റം നിങ്ങളുടെ ലൈഫിൽ, അതല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ച്, കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതായിരിക്കാം, പെട്ടെന്ന് എന്തോ ഒരു നിങ്ങളുടെ ഹാർട്ട് നെഞ്ച് പിടയ്ക്കുന്ന രീതിയിലുള്ള വേദന അനുഭവിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ആരുടെയൊക്കെയോ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങളാണ്. അതപ്പം എപ്പോഴും നമ്മൾ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ, ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളും പറയണമല്ലോ. അപ്പൊ കാർഡിൽ കണ്ടിരിക്കുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തോ മനസ്സിന് വളരെയധികം വേദനിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ ആരുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം കരയുന്നതായിട്ട് കാണുന്നുണ്ട്, വളരെയധികം വേദനിക്കുന്നു. ഒരു പക്ഷെ നിങ്ങളുടെ ലവിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ സങ്കടമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തി ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നൊരു ഏതോ ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ ആ ഒരു ബന്ധം ശിഥിലമായിരിക്കുന്നു, ബന്ധം അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം, വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങളുടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പിരിയേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുന്ന, ഒരുപാട് വേദനിക്കുന്ന എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു. നിങ്ങൾ വളരെയധികം കരയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ മൂലമാവാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും രോഗത്താൽ മൂലമാവാം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും വേർപാട് മൂലമാവാം, ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വേർപാടാവാം. നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ എന്തോ ഒരു ഹാർട്ടിന് വളരെയധികം വേദന ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നു, പെട്ടെന്നാണ് വരുന്നത്. നിങ്ങൾക്ക് കരയേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരികയാണ്. അങ്ങനെ ആ രീതിയിൽ ചിലർക്ക് ഇങ്ങനത്തെ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, ആരൊക്കെയോ കേട്ടോ. അതാണ് ഇവിടെ കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ, നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കരയുന്ന ഒരുപക്ഷെ ഇനിയിപ്പം നിങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ടുള്ള വ്യക്തികളാവാം. നിങ്ങൾക്ക് ലോൺ അടയ്ക്കണം, അല്ലെ? സാമ്പത്തികമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ട്, ലോൺ അടയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജപ്തി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെടാൻ പോവാം. അങ്ങനെ എന്തൊക്കെയോ, അല്ലെങ്കിൽ കോടതിപരമായിട്ടുള്ള എന്തൊക്കെയോ കേസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ പണം വേണം. അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് പെട്ടുകിടക്കുകയാണ്. പണം ആവശ്യമുള്ള ചില കാര്യങ്ങൾ, പണം സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം വേദനിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ സാമ്പത്തികപരമായിട്ട്
ഉള്ള ഒരു പ്രശ്നങ്ങളിൽ പെട്ട് വളരെയധികം കരയുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പണം കൊടുക്കാനുണ്ടാവാം. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസോ, അല്ലെങ്കിൽ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവര് കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പ്രോബ്ലംസ് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ വന്നതിന്റെ ഒരു സിറ്റുവേഷൻ, ആ ഒരു വന്നതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ കരയുന്നതാവാം എന്ന് തോന്നുന്നു. ചില വ്യക്തികളാണ് കൊടുത്ത പണം തിരികെ കിട്ടാത്തതിന്റെ പേരിൽ, തിരികെ കിട്ടില്ല, അതൊരു ചീറ്റിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന്റെ പേരിൽ കരയുന്നതായിരിക്കാം. ഒരുപക്ഷെ അവർക്കത് തിരികെ തരാൻ പറ്റുന്നില്ലായിരിക്കും, അല്ല തിരികെ തരാൻ അവർ യാതൊരു ഉത്സാഹവും കാണിക്കുന്നില്ല, അതിന് കിട്ടില്ല എന്നുള്ള രീതിയിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നത് കൊണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ കരയുന്നത്. അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ വളരെയധികം കരയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കരയുന്ന ചില വ്യക്തികളോട് പറയുന്നുണ്ട്, നിങ്ങൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഏതെങ്കിലും വഴിയിലൂടെ പണം ലഭിക്കാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചിലർക്ക് പണം ലഭിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്ത് ആവശ്യത്തിനാണോ നിങ്ങൾക്ക് പണം വേണ്ടത്, ആ ഒരു പണം നിങ്ങൾ ചില വ്യക്തികൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, പണം കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരുപാട് ലക്ഷങ്ങളുടെ ആവശ്യമുണ്ട്. ഒരുപാട് പണത്തിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്, വളരെയധികം പണത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പണം ലഭിക്കും, പലർക്കും പണം ലഭിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലർക്ക് വളരെയധികം ഇൻറ്റ്യൂഷൻ പവർ ഉള്ളവരാണ് കേട്ടോ. ഡിവൈൻ കണക്റ്റഡ് ആണ്, ഹൈ പ്രീസ്റ്റസ് ആണ് വന്നത്. ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ടീച്ചർ ജോലിക്കായിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടീച്ചിങ് ജോലിക്കായിട്ട്. അപ്പം അത് ഏതൊരു ലെവലിലായാലും, സ്കൂളിൽ തന്നെയല്ല, സ്കൂള്, കോളേജ്, അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചിങ് മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ് കിട്ടും, നിങ്ങൾക്കൊരു ജോലി ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ആവാനോ, അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് പഠിച്ചിട്ട് വിദേശത്ത് പോയി ജോലി ലഭിക്കാൻ വേണ്ടി വിദേശത്തേക്ക് ട്രൈ ചെയ്യുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ നാട്ടിലായാലും നേഴ്സിംഗ് ജോലിയിൽ നേഴ്സായിട്ട് ജോലി ലഭിക്കാൻ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിക്കുന്നവരുണ്ടാവാം. നിങ്ങൾ അത് പക്ഷെ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് കാണുന്നത്. എവിടെ ആയാലും നിങ്ങൾക്ക് വിദേശത്താണെങ്കിലും എവിടെ ആയാലും നിങ്ങൾക്ക് പോവാൻ സാധിക്കും, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് എത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പല വ്യക്തികളും. ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും വലിയ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശത്ത് പോകാൻ കഴിയുന്നുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള എന്തൊക്കെയോ ഒരു അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ ഒരു 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് പതുക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ ധനം ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പണം ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരുന്നു. അപ്രതീക്ഷിതമായിട്ട് പണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ അളവിൽ ലഭിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. പ്രതീക്ഷിതമായിട്ടുള്ള എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ, അതായത് വലിയ അളവിൽ നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നു. നിങ്ങളൊരു റിച്ച് എനർജിയിലേക്ക് വരുന്നു. വളരെ പെട്ടെന്ന് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു റിച്ച് ആവുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഒരു ഉന്നതിയിലേക്ക് എത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. അതൊരു പക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും കേസ് ജയിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പണമായിരിക്കും. എന്തെങ്കിലും പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ജയിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പണം ലഭിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു വിൽക്കാൻ ഇട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടാവാം എന്ന് തോന്നുന്നു. അങ്ങനെ ഏതോ വഴിയിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് ധാരാളം പണം വരാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പെന്റിക്കിൾസ് കാണുന്നുണ്ട്, വാൺസ് കാണുന്നുണ്ട്, സോഡ്സ്. ഇവിടെ ജെമിനി, ലിബ്ര, അക്വേറിയസ് എയർ സൈൻ ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ ഉണ്ട്.
ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് 3 ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 9 ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചില നമ്പേഴ്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ചില പണം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വലിയ എമൗണ്ട് മണി നിങ്ങൾക്ക് ലഭിക്കുന്നു, പണം ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ട് തിരികെ ലഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് തിരികെ ലഭിക്കുന്നുണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പൊ ഏതോ വഴിയിലൂടെ ഒക്കെ നല്ല രീതിയിൽ പണം ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നിങ്ങളെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പലതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം കഴിയും, നിങ്ങൾക്ക് പറ്റാത്തായിട്ട് ഒരു കാര്യമില്ല. അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, പവർഫുൾ ആണെന്നാണ് കാണിക്കുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. ലേഡീസിന്റെ ജെന്റ്സിന്റെ എനർജിയുടെ കാണാം. നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ദൈവവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. എന്തൊക്കെ പ്രശ്നങ്ങളാൽ നിങ്ങൾ കരയുന്നുണ്ടെങ്കിലും നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആണെങ്കിൽ ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു രോഗത്തിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. നിങ്ങളുടെ ആ ഒരു രോഗമായാലും എന്തായാലും നിങ്ങളുടെ മുൻപിൽ അവർ തോറ്റു പോകുന്നതാണ് കാണിക്കുന്നത്. രോഗമായാലും നിങ്ങളുടെ മുൻപിൽ തോറ്റു പോകും. അത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. ഒരു രോഗത്തിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല, ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. സിംഹത്തിനെ പോലെ പുലർന്നുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ആ പ്രശ്നമൊക്കെ നിങ്ങളുടെ മുന്നിൽ ഈസി ആയിട്ട് കടന്നു പോകുന്നതാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രശ്നത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ. അത് ചില വ്യക്തികളുടെ ഒരു എനർജിയാണ്. വളരെയധികം പവർഫുൾ ആണ് അവര്, വളരെയധികം സ്ട്രോങ് ആണ്, പവർഫുൾ ആണ് കേട്ടോ. ഇവിടെ ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ്, ഹേർട്ട് ഗാർഡിയൻ, നിങ്ങളുടെ ഹേർട്ട് ഗാർഡിയൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളെ സ്നേഹിക്കൂ, അത് കഴിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പോയാൽ മതി. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്താണത് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കുക, നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളെന്ന വ്യക്തിയെ സ്നേഹിക്കുക, നിങ്ങളുടെ തോട്ട്സിനെ, നിങ്ങളുടെ ചിന്തകളെ സ്നേഹിക്കുക, നിങ്ങളുടെ സ്വപ്നത്തെ സ്നേഹിക്കുക. അങ്ങനെ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്കെല്ലാം കഴിയും. നിങ്ങൾ മറ്റാരോടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പോകേണ്ടതില്ല. അതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കതെല്ലാം സാധ്യമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. അതായത് നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അതിനൊരു ചാഞ്ചാട്ടം വേണ്ട. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എന്തൊക്കെ പ്രോബ്ലം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. അവിടുന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെവിക്കൊള്ളേണ്ടതില്ല. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു ടൈം ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതായാലും എല്ലാം എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു റെസ്റ്റിന്റെ സമയമായിരിക്കാം. ഒന്ന് റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു റെസ്റ്റ് നിങ്ങളുടെ ജോലിയിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അതിനൊരു പ്രോബ്ലം ഉണ്ടാക്കും. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ നോക്കാൻ പറയുന്നത്. നിങ്ങളെ ഹെൽത്തിനെ കൂടുതൽ സമയം നിങ്ങളുടെ ഹെൽത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഹെൽത്ത് ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ ആരോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പോകണം. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് റെസ്റ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
കുറച്ച് നിങ്ങളൊന്ന് ഈ ഒരു നിങ്ങളുടെ ആ ഒരു സമയമില്ലാത്ത ഓട്ടമായിരിക്കുമല്ലോ. അപ്പൊ ഏതൊരു കാര്യം ചെയ്തെടുക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു. അപ്പൊ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തൽക്കാലത്തേക്ക് ഒരു കാര്യങ്ങൾ യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരും, നിങ്ങൾ സ്വയം അത് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് റെസ്റ്റിന്റെ സമയമായിരിക്കുന്നു, കുറച്ചൊന്ന് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പഴയ കാലത്തിലെ എല്ലാത്തിനെയും നിങ്ങൾ വിട്ടുകളയണം. പഴയതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല. പഴയത് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട്. പക്ഷെ ആ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ട് കളയാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഭാരം കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിലീസ് ചെയ്യാം, അതിനെ മനസ്സിൽ നിന്ന് വിട്ട് കളയുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ പഴയ കാലത്തിലുള്ള എന്തൊക്കെയോ അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് പേര് കരയുന്നവരെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കരയാൻ പാടില്ല. പഴയതിനെയൊന്നും നിങ്ങൾ വീണ്ടും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസന്റ് ഫ്യൂച്ചർ ഈസ് ബെറ്റർ. പ്രസന്റും ഫ്യൂച്ചറുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ പ്രസന്റും ഫ്യൂച്ചറും മാത്രം നിങ്ങൾ ചിന്തിക്കുക, പാസ്റ്റിനെ വിട്ടുകളയുക, റിലീസ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിന് ആ ഒരു ഓർമ്മകളെ നിങ്ങൾ റിലീസ് ചെയ്യുക. ഓർമ്മകളെ, പഴയ ഓർമ്മകൾ, പഴയ ചിന്തകൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകളായിരിക്കാം, കൂടുതലും വേദനിപ്പിക്കുന്ന ചിന്തകളായിരിക്കും ആ ഒരു ചിന്തകൾ. അത് നിങ്ങൾ അതിനെ ചിന്തകളെ റിലീസ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പിന്നെ നിങ്ങൾ പഴയതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നെഗറ്റീവായിട്ട് ഇരുന്നാൽ ആ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് മൊത്തം ആ ഒരു വിഷമം പിടിച്ച കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വിടണം. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നില്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് ആയി പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അത് ലഭിക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം, അതെന്റെ ലൈഫിലേക്ക് വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് ലഭിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ കാര്യത്തില് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലായിരുന്നിരിക്കും, അല്ലെ പഴയൊരു വിവാഹ ബന്ധം. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഓർമ്മകൾ കിടക്കുന്നത് കൊണ്ടാവും പുതിയൊരു നല്ലൊരു ബന്ധം വരാത്തത്, അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലേക്ക് പോകാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറെടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. അതിനെയൊക്കെ പൂർണ്ണമായും വിട്ട് കളയുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. പുതിയ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ കേട്ടോ. നിങ്ങൾ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് ആഗ്രഹിച്ച് മറ്റൊരു ബന്ധം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പഴയ ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ പറയുന്നുണ്ട്. പഴയ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളുടെ ബന്ധം അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം. പഴയകാലം ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഒരുപാട് പെയിൻ അനുഭവിച്ച, ഒരുപാട് ഹാർട്ടിന് ഒരുപാട് ഹാർട്ടിന് ഒരുപാട് പെയിൻ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഇപ്പോഴും അതോർത്ത് കരയുന്നുണ്ട്. നിങ്ങൾ ആ കരച്ചില് മാറ്റാൻ പറയുന്നുണ്ട്, മനസ്സിൽ നിന്ന് അതൊക്കെ വിട്ട് കളയാൻ പറയുന്നുണ്ട് കേട്ടോ. പഴയതിനെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആകാൻ പറയുന്നുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ്, നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ട്രസ്റ്റിംഗ് ഹയർ ഫോഴ്സ്, നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ശക്തിയെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളിലുള്ള ആ ഒരു ശക്തിയുണ്ട്, ആ ഒരു ശക്തിയെ വിശ്വസിക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും ആ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ ആഗ്രഹിച്ചാൽ അത് യൂണിവേഴ്സ് തരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല പുതിയ കാര്യങ്ങൾ വരും. അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പെൻഡിങ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വരാത്തതിന്റെ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ആ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളത് ഫോളോ ചെയ്യാം കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യണം ചില കാര്യങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്ന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ പറയും നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല, നിനക്കത് കിട്ടില്ല,
അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമായിട്ട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചെവിക്കൊള്ളാതെ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളിൽ വിശ്വസിക്കുക, അത് എനിക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിലും വിശ്വസിക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരാൻ റെഡി ആവുന്നുണ്ട്. നിങ്ങളൊന്ന് ചേഞ്ച് ആവേണ്ടതുണ്ട്. അതാണ് നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെയുള്ള ചില മെസ്സേജസ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ വന്നത്. അപ്പം നന്മകൾ വരാൻ റെഡി ആയിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷെ അത് നിങ്ങളിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മുടങ്ങി കിടക്കുകയാണ്. അത് വരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ഇരിക്കുക, ഉറച്ചു നിൽക്കുക. അതിന് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അത് വരുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുക. മനസ്സിൽ എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ അത് വീണ്ടും ഡിലേ ആയി പോകും കേട്ടോ. അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഏതോ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ അതിനിടയ്ക്ക് എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതാണ്. ഈ റീഡിങ്ങിലൂടെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ലിയർ ആക്കി വെക്കുക. നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരാൾ വരും. നിങ്ങൾ ആ ഒരു വ്യക്തി വരാത്തതിന്റെ പേര് കരയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുക, വരുമെന്നുള്ളതിൽ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ വരാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ തടസ്സം മാറാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.